കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പണി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം കൊട്ട് കിട്ടിയിരിക്കുന്നത് DYFIക്ക് തന്നെയാണ്. നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രത്തോളം DYFIയുടെയും SFIയുടെയും ഗുണ്ടായിസ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ഒരു ഗവർണർ എന്നതിൻ്റെ അധികാരം ഉപയോഗിച്ച് തന്നെ പെരുമാറി, അതിനേക്കാൾ ശക്തമായി തന്നെ നേരിടാൻ തന്നെയാണ് ആർലേക്കറുടെ തീരുമാനം. SFIയുടെയും DYFIയുടെയും കിങ്കരന്മാരും അവരുടെ സഖാക്കളും ചേർന്ന് വിരട്ടിക്കളയാമെന്ന് വിചാരിക്കേണ്ട എന്നതിൻ്റെ തുടക്കമാണ് ഇപ്പോഴിതാ സുരക്ഷാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമായി അതിനകത്ത് പല രീതിയിലുള്ള തിരുത്തലുകളും ഗവർണറുടെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഓഫീസിൽ നിന്നും നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് രാജ്ഭവനിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭരണപരിഷ്കാര നയങ്ങളെല്ലാം തന്നെ അമ്പേ പരാജയം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ DYFI അക്രമം നടത്തിയാലോ അല്ലെങ്കിൽ SFIക്കാർ അക്രമം നടത്തിയാലോ അതിനെതിരെ യാതൊരു രീതിയിലുള്ള നടപടികളും കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം, വയനാട് സിദ്ധാർത്ഥൻ്റെ മരണം ഉൾപ്പെടെയുള്ള നിരവധിയായ സംഭവ വികാസങ്ങൾ അവിടെയൊക്കെ SFI പ്രതിപട്ടികയിലാകുമ്പോഴും SFIയിലെ ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിനെ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ നേർരേഖ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇതിനെതിരെ മുഖം നോക്കാത്ത നടപടി അതുതന്നെയാണ് വ്യക്തമാകുന്നത്. ഗവർണറും അതുപോലെ തന്നെ SFIയും തമ്മിലുള്ള പോര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏറ്റവും കൂടുതൽ ശക്തമായ പോര് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴാണ്. അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഗവർണർ ഗോ ബാക്ക് എന്ന രീതിയിൽ വിളികളുമായി പ്ലക്കാർഡുകളുമായി ഇറങ്ങിയപ്പോൾ ഗവർണർ എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാണീര് എന്ന രീതിയിൽ അദ്ദേഹം സുരക്ഷാ ക്രമീകരണം എല്ലാം മാറ്റിമറിച്ച് കാറിൽ നിന്ന് ഇറങ്ങിയ ഒരു സംഭവം കേരളത്തിലെ ജനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിപ്പിച്ച മാസ് മൂവ് തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതോ അതിൽ കൂടുതലോ ശക്തരായി നീങ്ങാൻ തന്നെയാണ് രണ്ടും കൽപ്പിച്ച രാജേന്ദ്ര ആർലേക്കറുടെ നടപടി. ഒരുപക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഗവർണർ എടുക്കുന്ന നിലപാട് എന്തു തന്നെയായിരുന്നാലും അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടാക്കും. യുവജന പ്രസ്ഥാനം, അതായത് CPIMൻ്റെ പോഷക സംഘടനകൾക്കും വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ BJP CPIM ഒത്തുതീർപ്പ് ഫോർമുലയിലേക്കാണ് പോകുന്നതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്നത് പോലുള്ള അന്തർധാര ഉടലെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത ഏറിയത്. അത്തരം ഒരു കൊടുക്കൽ വാങ്ങൽ ആണ് നമ്മൾ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി കാണുന്നത്. ആ അന്തർധാര എല്ലാ മേഖലകളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സജീവമാക്കാൻ, ഉപതെരഞ്ഞെടുപ്പിൽ പോലും സജീവമാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഗവർണറുടെ വരവ് ഒരു 1.5 വരവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.